സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന വിധി ഇന്നലെ, അതായത് 2025 ഒക്ടോബർ 29 കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് TDS പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിധി. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 194A പ്രകാരമാണ് ഇൻട്രസ്റ്റിന് TDS പിടിക്കേണ്ടി വരുന്നത്. ഇൻട്രസ്റ്റ് നൽകുമ്പോൾ TDS പിടിക്കുന്നതിൽ നിന്നും ചില ഇളവുകൾ സെക്ഷൻ 194A സബ്സെക്ഷൻ 3 പ്രതിപാദിക്കുന്നുണ്ട്. ഈ നിയമത്തിൽ 2020 ഏപ്രിൽ 1 മുതൽ ഒരു ഭേദഗതി വന്നിരുന്നു. ഈ ഭേദഗതി പ്രകാരം 50 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള ഒരു സഹകരണ സംഘമാണെങ്കിൽ അവര് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൽ നിന്നും TDS പിടിക്കേണ്ടതായിട്ട് വരും. ഈ ഭേദഗതി മൂലം കേരളത്തിലെ അന്നത്തെ ജില്ലാ ബാങ്കുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരള ബാങ്ക് സഹകരണ സംഘങ്ങളുടെ ഡെപ്പോസിറ്റിൽ നിന്നും പലിശ നൽകുമ്പോൾ TDS പിടിച്ചു തുടങ്ങിയിരുന്നു. ഇതിനെതിരെ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഹൈക്കോടതിയിൽ പെറ്റീഷൻ നൽകിയിരുന്നു. ഈ കേസിലാണ് ഇപ്പോഴത്തെ വിധി. ഈ വിധി പ്രകാരം 50 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള സംഘങ്ങൾ പലിശ നൽകുമ്പോൾ TDS പിടിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ 2020 മുതൽ ഈ വിധി പ്രസ്താവിക്കുന്നത് വരെ സ്റ്റേ ഉണ്ടായിരുന്നതിനാൽ ആ കാലഘട്ടത്തിലെ TDS പിടിക്കേണ്ടതില്ല. അതായത് ഈ വിധി വന്ന ഇന്നലെ മുതൽ ഒരു സംഘത്തിന്റെ വിറ്റുവരവ് 50 കോടിക്ക് മുകളിലാണെങ്കിൽ ആ സംഘം നൽകുന്ന പലിശയിൽ നിന്നും TDS പിടിക്കാൻ ബാധ്യസ്ഥരാണ്. 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിനാണ് ഈ പലിശ നൽകുന്നതെങ്കിൽ 1 ലക്ഷം വരെ ഒരു വർഷം നൽകുന്ന ഇൻട്രസ്റ്റിൽ നിന്നും TDS പിടിക്കേണ്ടതില്ല. 60 വയസ്സിൽ താഴെയുള്ള വ്യക്തികൾക്കാണെങ്കിൽ 50,000 രൂപ വരെ ഉള്ള പലിശയ്ക്ക് ഒരു വർഷത്തിലേക്ക് TDS പിടിക്കേണ്ടതില്ല. കേരള ബാങ്കിൽ സഹകരണ സംഘങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള എമൗണ്ടിന് പലിശ നൽകുമ്പോൾ കേരള ബാങ്ക് ഇനി മുതൽ TDS പിടിക്കുന്നതായിരിക്കും. ഈ TDS എമൗണ്ട് സഹകരണ സംഘങ്ങളുടെ പേരിൽ ഇൻകം ടാക്സിലേക്ക് അടക്കുകയും സഹകരണ സംഘങ്ങൾക്ക് അവരുടെ ആദായ നികുതി റിട്ടേൺ എല്ലാ വർഷവും ഫയൽ ചെയ്യുമ്പോൾ ഇത് ക്ലെയിം ചെയ്ത് ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ടാക്സ് അടക്കാനില്ലെങ്കിൽ റീഫണ്ട് ആയിട്ട് വാങ്ങിക്കാം. ഇനി ഓരോ സഹകരണ സംഘങ്ങളും അവരുടെ വിറ്റുവരവ് 50 കോടിക്ക് മുകളിലാണോ അല്ലയോ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. വിറ്റുവരവുമായി ബന്ധപ്പെട്ട് ഈ സെക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 വാക്കുകളാണ്. ഒന്ന് ടോട്ടൽ സെയിൽസ്, ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീറ്റ്സ്. ഒരു സംഘത്തിന്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്താൽ അതിലുള്ള സെയിൽസ്, ട്രേഡ് ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ലെൻഡിങ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, മിസലേനിയസ് ഇൻകം. ഈ വരുമാനങ്ങളുടെ ടോട്ടലാണ് 50 കോടിക്ക് വേണ്ടി നോക്കേണ്ടത്. ഇത്തരം വരുമാനങ്ങളുടെ ആകെ തുക 50 കോടിക്ക് മുകളിലാണെങ്കിൽ ആ സംഘം TDS പിടിക്കാൻ ബാധ്യസ്ഥരാവും. അവർ കൊടുക്കുന്ന പലിശയിൽ നിന്നും TDS പിടിക്കേണ്ടതായിട്ട് വരും. കോടതി വിധിയുടെ പകർപ്പ് കിട്ടിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാം.